ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കല്യാണത്തിന് പോരുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ മറുപടി ഇതാണ്, ഞാൻ പോരുന്നില്ല, കാരണം ആ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടില്ല. എന്താണ്? ആ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടില്ല. ആര് ക്ഷണിക്കുന്നു? അതൊന്നും അറിയില്ല. നമുക്ക് ഇത്ര മാത്രമേ പറയേണ്ടതുള്ളൂ, എന്നെ ആ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. ഇത് നമുക്ക് വളരെ മനോഹരമായിട്ട് പാസീവ് വെച്ച് പറയാൻ കഴിയും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പാസീവ് വോയിസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച്. പ്രസൻറ്റ് പെർഫെക്റ്റ്. നമുക്കറിയാം, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാവ് ഹാസിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം, അല്ലേ? എന്താണ്? ഹാവ് ഹാസിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ, അല്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ് പറയാം. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയില്ലേ? ജസ്റ്റ് കംപ്ലീറ്റഡ്. എന്താണ്? ജസ്റ്റ് കംപ്ലീറ്റഡ്. ഹി ഹാസ് ഗോൺ ഔട്ട്സൈഡ്. അവൻ പുറത്ത് പോയിട്ടുണ്ട്. ഷി ഹാസ് കം ഹിയർ. ഷി ഹാസ് കം ഹിയർ. അവൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പാസീവിൽ എഴുതുമ്പോൾ, എന്ന് വെച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ അവിടെ സ്ട്രക്ചർ മാറും. അതാണ് ഹാവ് ഹാസിൻ്റെ കൂടെ ബീൻ എക്സ്ട്രാ ചേർക്കണം. എന്താണ്? ഹാവ് ഹാസിൻ്റെ കൂടെ ബീൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് എക്സ്ട്രാ ചേർക്കണം. എന്നിട്ട് വേണം വെർബ് തേർഡ് ഫോം ഉപയോഗിക്കാം. നമ്മുടെ നോർമൽ സ്ട്രക്ചർ ഏതാണ്? ഹാവ് ഹാസ് പ്ലസ് വെർബ് തേർഡ് ഫോം. അവിടെയും വെർബ് തേർഡ് ഫോം ആണ്. പക്ഷെ പാസീവിൽ വരുമ്പോൾ അവിടെ ബീൻ എന്ന് പറയുന്ന ഒരു വേർഡ് എക്സ്ട്രാ ചേർക്കണം. ഹാവ് ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് തേർഡ് ഫോം. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് പാസീവ് വോയിസിൻ്റെ കറക്റ്റ് മീൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ചെയ്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംസാരത്തിൽ പറയാറില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. എനിക്ക് പറയണം, ഒരു കസേരയുണ്ട്. ഒരു കസേരയുണ്ട്. അപ്പോൾ ആ കസേര ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കസേര പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, ഈ കസേര പൊട്ടിയിട്ടുണ്ടല്ലോ. ഈ കസേര പൊട്ടിയിട്ടുണ്ട്. ഇതിലൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, അല്ലേ? ഇപ്പം നമ്മൾ സംസാരത്തെ എങ്ങനെ പറയാം? അല്ലാതെ എങ്ങനെ പറയോ? എന്ത്? ഈ കസേര പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കസേര പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയോ? അങ്ങനെ പറയില്ല. യഥാർത്ഥ പാസീവിൻ്റെ മലയാളം അങ്ങനെ വരിക. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാറില്ല. അപ്പോൾ പറയാം, ഈ കസേര പൊട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം ദിസ് ചെയർ. എന്താണ്? ദിസ് ചെയർ രീതി, അല്ലേ? സബ്ജക്ട് ദിസ് ചെയർ. ദിസ് ചെയർ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാസ് ഉപയോഗിച്ചു. ദിസ് ചെയർ ഹാസ് ബീൻ എക്സ്ട്രാ വരണം. പാസീവ് വോയിസ് ആണ്, അല്ലേ? ദിസ് ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ. ദിസ് ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ. വെർബ് തേർഡ് ഫോം ആണ് ബ്രോക്കൺ. എന്തായി? ഈ കസേര പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ പാസീവ് ഉപയോഗിച്ചത്? കാരണം ആരാണ് പൊട്ടിച്ചത് അതറിയില്ല. ആരാണ് ചെയ്തത് എന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ പാസീവ് ഉപയോഗിച്ചു. ദിസ് ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ പറയാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ കല്യാണത്തിന് പോവുകയാണ്, നിങ്ങൾ വരുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ മറുപടിയാണ്, ഞാൻ വരുന്നില്ല, കാരണം ആ കല്യാണത്തിന് അല്ലെങ്കിൽ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടില്ല. കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടില്ല. ആരും അറിയില്ല. അപ്പം പറയാം, അപ്പോൾ ആദ്യം സബ്ജക്റ്റ് ആയി. ഓക്കെ, നമുക്ക് നെഗറ്റീവാണ് വേണ്ടത്, അല്ലേ? നമുക്ക് നെഗറ്റീവാണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക? ഹാവിൻ്റെ നെഗറ്റീവാണ് ഹാവൻറ്റ്. ഹാസിൻ്റെ നെഗറ്റീവാണ് ഹാസൻറ്റ്. ഹാവൻറ്റ്, ഹാസൻറ്റ്. അപ്പോൾ എന്തായി? ഐ ഹാവൻറ്റ്. അതിൻ്റെ കൂടെ ബീൻ, അത് മറക്കരുത്. ഐ ഹാവൻറ്റ് ബീൻ ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് എന്നാൽ ക്ഷണിക്കുക. അതിൻ്റെ തേർഡ് ഫോം എന്താണ്? ഇൻവൈറ്റഡ്. ഓക്കെ, അപ്പോൾ എന്തായി? ഐ ഹാവൻറ്റ് ബീൻ ഇൻവൈറ്റഡ്. എന്താർത്ഥം വരിക ഇവിടെ? യെസ്, എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നർത്ഥം. ഐ ഹാവൻറ്റ് ബീൻ ഇൻവൈറ്റഡ് ടു ദ മാരേജ് ഫംഗ്ഷൻ. ഉണ്ടോ? എന്നെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല എന്നായി. ഇനി നമ്മുടെ നോർമലിലെ നമ്മുടെ നോർമൽ സ്ട്രക്ചർ ഏതാണ്? ഹാവ് ഹാസിൻ്റെ കൂടെ ഒരു തേർഡ് ഫോം. അങ്ങനെയാണെങ്കിലോ, അപ്പം ഞാൻ പറയാണ്, ഐ ഹാവ് ഇൻവൈറ്റഡ്. എന്താ അർത്ഥം വരിക? ഇത് നമ്മുടെ നോർമൽ ആക്റ്റീവ് വോയിസ് ഇല്ലേ? നമ്മുടെ നോർമൽ സ്ട്രക്ചറാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ. ഐ ഹാവ് ഇൻവൈറ്റഡ്. ഇതിൻ്റെ അർത്ഥമാണ് ഐ ഹാവ് ഇൻവൈറ്റഡ്, ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആരെ? വേറൊരാളെ. ഐ ഹാവ് ഇൻവൈറ്റഡ്, ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഇതായി. ഇനി ഇതിൻ്റെ പാസീവ് എന്താണ്? ഇതിൻ്റെ പാസീവ് എഴുതുമ്പോൾ ഹാവ് ഹാസിൻ്റെ കൂടെ ബീൻ എക്സ്ട്രാ വരും. ബീൻ കേട്ടോ, ബീൻ വന്നതോടുകൂടി മീനിങ് മാറിപ്പോയി. കാരണം പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്ഷൻ ചെയ്യാറുണ്ടല്ലോ, സ്വീകരിക്കാൻ ചെയ്യുക. അപ്പോൾ എന്തായി? ഐ ഹാവ് ബീൻ ഇൻവൈറ്റഡ് എന്നാൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നായി. എന്നെ ക്ഷണിച്ചിട്ടുണ്ടായി. കാരണം ഇത് പാസീവ് വോയിസ് ആണ്. ആ ബീൻ വന്നതോടുകൂടി എന്തായി? മാറി. മനസ്സിലായില്ലേ?
ക്ലിയർ? ഇനി ഞാൻ പറയാണ്, മീറ്റിങ്ങിനെ കുറിച്ച് അവനെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് പറയണം മീറ്റിങ്ങിനെ കുറിച്ച് അവനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയണം. അപ്പൊ ആരറിയിച്ചു അതൊന്നും അറിയില്ല, നമുക്ക് ഇത്ര പറയേണ്ടുള്ളൂ. മീറ്റിങ്ങിനെ കുറിച്ച് അവനെ അറിയിച്ചിട്ടുണ്ട്, അവൻ വരും ഉറപ്പാണ്. ഓക്കെ, അപ്പൊ പറയാം യെസ്. ആദ്യം ഹീന്റെ കൂടെ ഹാവ് അല്ല വരാ, ഹാസ് ആണ് വരാ. ഹി ഹാസ് ബീൻ, അത് വേണമല്ലോ. ഹി ഹാസ് ബീൻ ഇൻഫോംഡ്, വെർബ് തേർഡ് ഫോം. ഹി ഹാസ് ബീൻ ഇൻഫോംഡ് അബൌട്ട് ദ മീറ്റിംഗ്, മീറ്റിങ്ങിനെ കുറിച്ച് അവനെ അറിയിച്ചിട്ടുണ്ടെന്നായി. ഇനി ഞാൻ ഇവിടുന്ന് ബീൻ എന്ന് പറയുന്ന വേർഡ് ഒഴിവാക്കി വിചാരിക്കാം. ഓക്കെ, ഈ ബീൻ എന്ന് പറയുന്ന വേർഡ് ഞാൻ ഒഴിവാക്കി. അപ്പൊ എന്താ അർത്ഥം വരിക? അപ്പൊ ഇവിടെ അർത്ഥം ഇങ്ങനെ വരും, മീനിങ് ഇങ്ങനെ വരും. ഹി ഹാസ് ഇൻഫോംഡ്, അവൻ അറിയിച്ചിട്ടുണ്ടെന്നായി. എന്തായി? ഹി ഹാസ് ഇൻഫോംഡ് അബൌട്ട് ദ മീറ്റിംഗ്, അവൻ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പാസീവ് വരുമ്പോൾ എന്തായി? സബ്ജക്റ്റ് ആക്ഷൻ സ്വീകരിക്കുകയാണ് ചെയ്യുക. എന്തായി? ഹി ഹാസ് ബീൻ ഇൻഫോംഡ്, എന്താണ്? അവനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട് എന്നായി. ഇതിനെ കുറിച്ച്, മീറ്റിങ്ങിനെ കുറിച്ച്. അതാണ് ഈ ആക്റ്റീവും പാസീവും തമ്മിലുള്ളൊരു വ്യത്യാസം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ ആരാണ് അറിയിച്ചത് അല്ലെങ്കിൽ ആരാണ് ക്ഷണിച്ചത് എന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പാസീവ് ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇനി ഞാൻ പറയാണ്, ഞാനിങ്ങനെ എൻ്റെ പേഴ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ പേഴ്സ് കാണുന്നില്ല. ഓ മൈ ഗോഡ്, എൻ്റെ പേഴ്സ് കളവ് പോയല്ലോ. എൻ്റെ പേഴ്സ് കളവ് പോയി എന്നുവെച്ചാൽ ആരോ കട്ടുകൊണ്ട് പോയതാണ്, അതൊന്നും അറിയില്ല. നമുക്ക് ഇത്ര പറയേണ്ടുള്ളൂ, എൻ്റെ പേഴ്സ് കളവ് പോയിട്ടുണ്ട്, എൻ്റെ പേഴ്സ് കളവ് പോയി. അപ്പോൾ ആരോന്നറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വളരെ മനോഹരമായിട്ട് പാസീവ് ചെയ്താൻ കഴിയും. എങ്ങനെ? അപ്പോൾ ഞാൻ പറയാണ്, എന്താ കളവ് പോയത്? സബ്ജക്റ്റ് പേഴ്സ്. മൈ പേഴ്സ് സിംഗിൾ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചു. മൈ പേഴ്സ് ഹാസ് ബീൻ അവിടെ വരണം. മൈ പേഴ്സ് ഹാസ് ബീൻ സ്റ്റോളൻ. സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കക്കുക, സ്റ്റീൽ. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ഫോം ആണ് സ്റ്റോൾ, അതുപോലെ തേർഡ് ഫോം ആണ് സ്റ്റോളൻ. ഓക്കെ, സിംഗിൾ അല്ല. സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ. അപ്പൊ എന്തായി? മൈ പേഴ്സ് ഹാസ് ബീൻ സ്റ്റോളൻ. ക്ലിയർ? ഇനി ഇതേ സെന്റൻസ് നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. എങ്ങനെ? നമുക്ക് നമ്മുടെ നോർമലായിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം, സംവൺ, ആരോ എന്ന് പറയാം. സംവൺ ഹാസ് സ്റ്റോളൻ മൈ പേഴ്സ്, അങ്ങനെ പറയാം തീർച്ചയായിട്ടും. സംവൺ ഹാസ് സ്റ്റോളൻ മൈ പേഴ്സ്. ഇതിനർത്ഥാണ് ആരോ എൻ്റെ പേഴ്സ് കട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടായി. പക്ഷെ നമുക്ക് ഇത്ര മാത്രം പറഞ്ഞെങ്കിലോ, എൻ്റെ പേഴ്സ് കളവ് പോയിട്ടുണ്ട് എന്ന് മാത്രമേ പറയണ്ടുള്ളൂ. എൻ്റെ പേഴ്സ് കളവ് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ പറയാം, മൈ പേഴ്സ് ഹാസ് ബീൻ സ്റ്റോളൻ. ഇനി ഞാൻ പറയാണ്, ഓക്കെ, ഇവിടെ കുറച്ച് വെള്ളം ഒക്കെ ചിന്തിയിട്ടുണ്ട്, ആരാന്നറിയില്ല. വെള്ളം ഇവിടെ കിടക്കുന്നുണ്ട്, വെള്ളം ആരോ ചിന്തിയിട്ടുണ്ട്, അതൊന്നും ആരും അറിയില്ല. അപ്പോൾ നമുക്ക് ഇത്രേ പറയേണ്ടുള്ളൂ, ഓ ഇവിടെ വെള്ളം ചിന്തിയിട്ടുണ്ടല്ലോ, ഇവിടെ വെള്ളം ചിന്തിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ എങ്ങനെ പറയാം? അപ്പോൾ നമുക്ക് പാസീവ് വോയിസിൽ വളരെ മനോഹരമായിട്ട് പറയാൻ കഴിയും, ദ വാട്ടർ, വെള്ളം, ദ വാട്ടർ ഹാസ് ബീൻ സ്പിൽഡ്. സ്പിൽഡ് തേർഡ് ഫോം ആണ്. ദ വാട്ടർ ഹാസ് ബീൻ സ്പിൽഡ് ഓവർ ഹിയർ. ഓവർ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നർത്ഥം. ഓക്കെ, ഹിയർ എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. ദ വാട്ടർ ഹാസ് ബീൻ സ്പിൽഡ് ഓവർ ഹിയർ, ഇവിടെ വെള്ളം ചിന്തിയിട്ടുണ്ടെന്നായി. ഇനി അടുത്താണ് ഞാൻ നിങ്ങളോട് പറയാണ്, ഉച്ചഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? അതൊന്നും അറിയില്ല, നമുക്ക് ഇത്ര പറയേണ്ടുള്ളൂ, ഉച്ചഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയാം. അതല്ല ഞാനാണെങ്കിലോ, ഞാൻ ഉച്ചഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് നോർമൽ സ്ട്രക്ചർ ഹാവ് ഹാസിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം. ഐ ഹാവ് പ്രിപ്പയർഡ് ലഞ്ച് പറയേ. ഐ ഹാവ് പ്രിപ്പയർഡ് ലഞ്ച് അല്ലെങ്കിൽ ഐ ഹാവ് മെയ്ഡ് ലഞ്ച്, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്കിതാണ് പറയേണ്ടത്, ഉച്ചഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അത്രേ പറയേണ്ടുള്ളൂ. ഉച്ചഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പാസീവ്സ് പറയാൻ കഴിയും. എങ്ങനെ? യെസ്, ലഞ്ച്, ഉച്ചഭക്ഷണം, ഹാസ് ബീൻ പ്രിപ്പയർഡ്. എന്താണ്? ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ലഞ്ച് ഹാസ് ബീൻ മെയ്ഡ് എന്നൊക്കെ പറയാം. ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് വളരെ മനോഹരമായ സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അയക്കാം. ഓക്കെ, താങ്ക് യു എവരിവൺ.